ഈ മീൻ്റെ അകത്തെ പണി കൊള്ളാലോ കോസ്റ്റ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോസ്റ്റ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ, കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും? നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻ കുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം. നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കും ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. നമുക്ക് പിരിയാം. കം ഓൺ, വി വിൽ പാർട്ട്. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ലോറൻസ്. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റാർഡ്.